ഇപ്പോഴത്തെ പിള്ളേർക്ക് ഐക്യു ലെവലൊക്കെ ഭയങ്കര കൂടുതലാണ്. പക്ഷേ കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള വിവേകം എന്ന് പറയുന്നത്, എന്ത് ചെയ്യണം ചെയ്യണ്ട എന്നുള്ള ആ ഒരു കാര്യം, അതിനുള്ള വിവേക ബുദ്ധി മാത്രം തൊട്ട് തീണ്ടിയിട്ടില്ല. കാരണം സ്വന്തം കൂട്ടുകാരിയുടെ ദേഹത്ത് നായ്ക്കുർണപ്പൊടി വിതറിയിട്ടാണ് അതിൽ ആനന്ദം കണ്ടെത്തിയത്. അതിൻ്റെ സ്വകാര്യ ഭാഗത്തടക്കം ഈ നായ്ക്കുർണപ്പൊടി കയറിയിട്ട് അതിന് അസഹനീയമായിട്ടുള്ള വേദനയും ചൊറിച്ചിലും കാരണം ഹോസ്പിറ്റലൈസ്ഡ് ആയി. അതിനുശേഷം അതിന് സ്കൂളിൽ പോകാൻ പറ്റത്തില്ല. അതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അതിന് SSLC പരീക്ഷയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. അതിനുശേഷം അതിനേക്കാളും വലിയ ക്രൂരത, ആ ഹെഡ് മിസ്ട്രസ് ഇത്രയും വലിയൊരു കാര്യം നടന്നിട്ട് സ്കൂളിൽ നടന്നതാണ്, അതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തിയില്ല. പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. പാവങ്ങളായിരിക്കാം, അതിൻ്റെ പേരിലായിരിക്കാം. ഇനി അതിലപ്പുറത്തേക്ക് ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ ഈ ക്ലാസ് ടീച്ചർക്ക് വലിയൊരു തമാശ, കുട്ടി ഹാജർ കൊടുക്കില്ല. ഈ ഒരു അവസ്ഥയിലും അത് ക്ലാസ്സിൽ വന്നിരുന്നേ പറ്റൂ, അല്ലെങ്കിൽ പരീക്ഷ എഴുതിപ്പിക്കത്തില്ല പോലും. അത് ഡൗൺ ആയി പോകാം. കാരണം അതിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമാണ് SSLC പരീക്ഷ എന്ന് പറയുന്നത്. അത് ഡൗൺ ആയിപ്പോയി കഴിഞ്ഞാൽ ആ പരീക്ഷയെ അത് ബാധിക്കും. അത് ഓൾറെഡി മെൻ്റലി തകർന്നാണ് ഇരിക്കുന്നത്. മാനസികമായിട്ട് ഒരുപാട് തകർന്നായിരിക്കും അത് ഇരിക്കുന്നതെന്ന് പറയുന്നത്. ശാരീരികമായിട്ട് തകർന്നാണ് ഇരിക്കുന്നത്. ഈ ചോദിക്കാനുള്ളത്, ഈ പറയുന്ന കൊച്ചു തൊട്ട് ഏറ്റവും പ്രായമായിട്ടുള്ള, കാരണം ഹെഡ് മിസ്ട്രസ് എന്നൊക്കെ പറയുന്ന സമയത്ത് ശരിതെറ്റുകൾ പറഞ്ഞ് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു വ്യക്തിയാണ്. ഇവരിൽ പോലും ഇങ്ങനെയും മാറ്റങ്ങൾ സംഭവിക്കുന്നെങ്കിൽ എന്താണ് നമ്മുടെ കാലത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. മറ്റൊന്ന്, ഈ നായ്ക്കുർണപ്പൊടി വിതറി ആ പെൺകുട്ടിയുടെ രക്ഷിതാക്കടുത്ത് വെറുതെ നിങ്ങൾ പഠിപ്പിക്കുന്നത്, വെറുതെ നിങ്ങളുടെ പൈസയും സമയം കളഞ്ഞുകൊണ്ടിരിക്കുക. വല്ല പുല്ല് വെട്ടാനും പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ അത്രയെങ്കിലും ഗുണം നിങ്ങൾക്കുണ്ടാവും.